கனகாண்டி என்ன கூட்டாத அம்மாயி அம்பலத்துக்கு போயா? ஆமா போனாங்க. உன்னை எவ்வளோ வாட்டி கூப்பிட்டோம் தெரியுமா? அப்ப நீ தூக்கத்துல கிரையான்ஸ் வேணுமாம், ஸ்கூல்ல போண்டாமாம் என்னெல்லாம் சொன்ன நீ. എന്നെ വിളിച്ചില്ല. എന്നാ പിന്നെ ഞാൻ കേക്കണ്ടേ? கூப்பிட்டாங்க, நான் கேரண்டி. എന്തായാലും ഞാൻ കേട്ടില്ല. நீ கேட்கல அவ்வளோதான். ஆனா என் முன்னாடி தான் அவ கூப்பிட்டா. പാറു, ഞാൻ ഇവിടെ വന്നപ്പോൾ മക്കൾ കിടന്ന് നല്ല ഉറക്കം. അമ്മായി ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മായി അങ്ങ് പോയി. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അമ്മായി വിളിച്ചിട്ടില്ല. അതിന് മുമ്പ് വിളിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. கேசு நான் கேரண்டி, என் முன்னாடி தான் கூப்பிட்டாங்க, நீ சொல்றது போய். പറഞ്ഞു വിളിച്ചിട്ടില്ല. പറഞ്ഞു വിളിച്ചാ നിനക്ക് ഓർമ്മയുണ്ട്? നീ കേട്ടാ? ഇല്ല, ഞാൻ കണ്ടില്ലേ. കൊച്ചു തന്നെ പറഞ്ഞു. പിന്നെന്തര് தூக்கத்துல அவ எப்படி கேப்பா? തൂക്കത്തിലൊക്കെ ഞാനൊക്കെ കേൾക്കും അല്ലേ? ഇത് മനഃപൂർവ്വം അമ്മായി പാറുവിനെ ഒഴിവാക്കി പോയത് തന്നെ. ആ പാവം പാറു എന്തോരം ആഗ്രഹിച്ചതാ. ആ താണ്ടി നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാതെ പോയ അമ്മായി വന്നു. എണീറ്റാ പാറൂട്ടാ? അമ്മായി അമ്മായി എന്നെ കൂട്ടാതെ അമ്പലത്തിൽ പോയാ? ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാമോ? നീ എണീറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. എന്നെ വിളിച്ചില്ല. വിളിച്ചാലേ ഞാൻ കേക്കത്തില്ലായിരുന്നോ? ഞാൻ വിളിച്ചതാ പാറു. ഇതാ കനകാന്റെ അടുത്ത് ചോദിച്ചോക്ക്. நான் இருந்தே அம்மாயி கூப்பிடும் போது. ഇല്ല, കനകാന്റെ അമ്മായിയുടെ സൈഡാ. பாரு, எவ்வளவு வாட்டி சொன்னாலும் புரியாதா? കേശോടൻ പറഞ്ഞല്ലോ. കേശു എന്തു പറഞ്ഞ്? എന്നെ വിളിച്ചില്ലെന്ന് അമ്മായി. നീ അങ്ങനെ പറഞ്ഞാടാ? ആ പാറു, എന്തായാലും ഞാൻ രാവിലെ കയറി വന്നപ്പോ അമ്മായി അമ്പലത്തിലോട്ട് പോവാൻ വേണ്ടി ഇറങ്ങണ്. നീ അവിടെ കിടന്ന് ഉറങ്ങണ്. എന്തായാലും അമ്മായി വിളിച്ചിട്ടില്ല. ഡേടേ, രാവിലത്തെ ദേശം വെച്ച് നീ കളിക്കല്ലേ. ഞാൻ രാവിലത്തെ ദേശം ചന്ദ്ര കളിച്ചെന്ന് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. ആ, നീ ഉള്ള കാര്യം അങ്ങനെ പറയണ്ട. ഉള്ള കാര്യം പറയണ്ടെന്ന്. സത്യത്തിന് വിലയില്ലേടേ. അമ്മൂമ്മ എന്തൊരു ബഹളമാ ഇതൊന്നും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ രണ്ടുകൂടെ കണ്ടു കഴിഞ്ഞ ഉടനെ ഇപ്പൊ തുടങ്ങുമല്ലോ അങ്ങ്. അമ്മൂമ്മ അങ്ങനെ പറയരുത്. അമ്മൂമ്മ പാവം പിടിച്ച കൊച്ചിന്റെ മുഖത്തോട്ട് നോക്കി മുഖം കാണിച്ചു വിട. കണ്ടാ വിഷമിച്ചിരിക്കണണ്ട. എന്തോരം ആഗ്രഹിച്ചിരുന്നറിയാത്. എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ഇത്രയും ആശിച്ച് ചോദിച്ചിട്ട് രാവിലെ കൊണ്ടുപോയില്ല ഈ ദുഷ്ട. അമ്മ, ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഇവിടെ 100 പ്രാവശ്യം വിളിച്ചാണ്. അവൾ ഉറക്കത്തിലായോണ്ട് കേട്ടില്ല. അതിനാണ് ഇവൻ വഴി തിരിച്ചു വീണത്. ഞാൻ വഴിതിരിച്ചു വിടുന്നാ? എന്റെ അമ്മായി ഇങ്ങനത്തെ നട്ടാ കുറിക്കാത്ത കള്ളം പറഞ്ഞു കേട്ടാ. കൊച്ചിന്റെ മോൻ നോക്കിട്ട് എങ്ങനെ പറയാൻ തോന്നുന്നു? ആ, അങ്ങനെയാണ് ഞാൻ മനഃപൂർവ്വം കൊണ്ടുപോകാത്ത തന്നെ. കേട്ടാ പാറു, നീ അമ്മായി പറഞ്ഞു കേട്ടാ. അമ്മായിയുടെ വായും തന്നെ വീണ്. നിന്നെ മനഃപൂർവ്വം കൊണ്ടുപോകാത്ത തന്നെന്ന്. എന്തായാലും പാറു മോളെ, നമുക്ക് വൈകിട്ട് പോവാം. വേണ്ട. നമുക്ക് പോവാ, ഞാൻ അമ്മായി കൊണ്ടുപോവാ. വേണ്ടാന്ന്. അങ്ങനെ പറയല്ലേ പാറൂട്ടാ. എന്നാ പ്രസാദം കഴിക്കുന്ന. വേണ്ട. പ്രസാദം കഴിക്ക് പാറൂട്ടാ. എനിക്ക് വേണ്ടാന്ന്. നമ്മ കഴിയമ്മ. വേണ്ട മോളെ, പിന്നെ കഴിച്ചോളാം. അമ്മ കഴിയമ്മ. പിന്നെ കഴിക്കാം മക്കളെ. പ്രസാദമല്ലേ അമ്മ, കഴിക്കും. അയ്യോ, ഞാൻ അടപ്പിൽ ഒരു സാധനം വെച്ചിരുന്നു, അതിപ്പോ കരിഞ്ഞു കാണും. എവിടെ പോണു? വാലത്തോങ്ങി ഇതെടുത്ത് കഴിക്കണേ. ഹലോ, ആ ആണ്ടകത്തിനുള്ള ശത്രു സംഹാര പൂജ. പാറേ, കൂടെ നിൽക്കൂ. അമ്മായിക്കിട്ടുള്ള പണിയാണോ? അതെ. എന്നാ പിന്നെ ഉറപ്പായിട്ടും കൂടെ നിൽക്കും. പാറുവേ, മകളെ കട്ടയ്ക്ക് കൂടെ പിടിച്ചോണം കേട്ടല്ലേ? മുമാ, അമ്മമ്മ, മുമോ. ഓ അമ്മമ്മ. ആ എന്താക്കളെ? എന്താ അമ്മൂമ്മ കഴിച്ചായിരുന്നോ? എന്തോന്ന്? ഗൗരിയമ്മായി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം, പഴം, അത് കഴിച്ചായിരുന്നാ? ആ കഴിച്ചാലും നീ കണ്ടല്ലേ അത് കഴിക്കുന്നേ? ഇറക്കിയ ആ എന്താ ഇറക്കുന്നതിന് എന്തുവാ? തുപ്പില്ലേ? ഇല്ല. പറഞ്ഞേട്ടാ അമ്മൂമ്മ ഇറക്കിയെന്ന്. ഇറക്കിയാ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.